നിയോഗത്താലേ അതിർവിന്റെ അതരങ്ങൾ ശ്രീനന്ദയുടെ മുഖത്ത് ആകമാനം ഒഴുക്കി നടന്നു. അതരങ്ങൾക്കൊപ്പം അവന്റെ കൈവിരലുകൾ കൂടി അവളുടെ ദേഹത്തോടെ ഒഴുകി നടന്നതും പെണ്ണൊന്നു കുതറി. വിടേട്ട, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേക്കാൻ തുടങ്ങി. എന്ത് ജോലി? പതിഞ്ഞ സ്വരത്തിൽ അതിർവ് അവളുടെ കാതോരം മന്ത്രിച്ചു. അത് പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ? തൽക്കാലം ഇനി കുക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട. ഇന്ന് രാവിലെ ഉച്ചയ്ക്കും പുറത്തുനിന്നാ കഴിച്ചേ. എടോ, എപ്പോഴും ഒന്നുമില്ലല്ലോ. ഇത് വല്ലപ്പോഴും അല്ലേ നമ്മളിങ്ങനെയൊക്കെ വാങ്ങുന്നത്. വേണ്ടെന്നേ, അത് ശരിയാവില്ലേട്ടാ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. താൻ റെഡിയാവ്. നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തു പോയി ആഹാരം കഴിച്ചാലോ? അത് കേട്ടതും ശ്രീനന്ദയുടെ മുഖം ഒന്ന് വിടർന്നു. അവൾക്ക് പുറത്തു പോകാനൊക്കെ വലിയ ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ നമുക്ക് പോകാല്ലേ? അവൾ മെല്ലെ ചോദിച്ചു. അയ്യടാ, പുറത്തു പോകാന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ സന്തോഷം കണ്ടില്ലേ? വേഗം പോയി റെഡിയാവ്. നമുക്ക് കുറച്ചു നേരം പുറത്തൊക്കെ പോയി ഒരു മൂവിയൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പുറത്തു പോകാൻ വേണ്ടി ശ്രീനന്ദ ഒരു ബ്ലൂ ജീൻസും ബ്ലാക്ക് ടോപ്പുമാണ് എടുത്തിട്ടത്. അഥർവും ഒരു ഷർട്ടും പാൻറ്റും ഇട്ടു. ഇരുവരും പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി വന്നു. വീട് പൂട്ടി പോകുമ്പോൾ ശ്രീനന്ദയ്ക്ക് അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടായിരുന്നു. മുമ്പ് എപ്പോഴോ കണ്ടുമറന്ന സ്വപ്നത്തിലെ മനോഹരമായ മുഹൂർത്തങ്ങൾ യാഥാർത്ഥ്യമാകും പോലെ ഒരു തോന്നലായിരുന്നു അവളുടെ ഉള്ളിൽ. അവരെയും വഹിച്ചുകൊണ്ട് ആ കാറ് ദൂരങ്ങൾ മുന്നോട്ട് താണ്ടി. ഒരുപാട് പ്രാവശ്യം അതിർവിനൊപ്പം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും എന്തോ ഈ യാത്ര വളരെ പ്രിയപ്പെട്ടതായി തോന്നി ശ്രീനന്ദയ്ക്ക്. ഇടയ്ക്ക് വഴിയരികിൽ കണ്ട തട്ടുകടകളിൽ കയറി അവർ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ മാളിലേക്ക് ചെന്നു. അതിർവ് തന്നെയാണ് മൂവിക്കുള്ള ടിക്കറ്റ് പോയി എടുത്തത്. ഒരു റൊമാൻറ്റിക് ഇംഗ്ലീഷ് മൂവിയായിരുന്നു അത്. സ്ക്രീനിലെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും അതിർവിന്റെ കൈ ശ്രീനന്ദയുടെ കൈകളിൽ മുറുകി. പെണ്ണിന്റെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. 2-3 മണിക്കൂറുള്ള സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഇരുവർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാനായില്ല. അതിർവ് അവളുടെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് തന്നെ മാളിലെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. ശേഷം അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചു. കുറേയേറെ സമയം ബീച്ചിലൊക്കെ പോയിരുന്ന ശേഷമാണ് അവരിരുവരും വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലെത്തിയതും ഏകദേശം 12 മണിയോളമായിരുന്നു നേരം. ഏട്ടന് നാളെ ഓഫീസിൽ പോകണ്ടേ? വാ, നമുക്ക് കിടക്കാം. ശ്രീനന്ദ ഡ്രസ്സ് മാറി ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് മുറിയിലേക്ക് വന്നു. ഏയ്, ഞാൻ നാളെ ലീവാ. ശ്രീനന്ദയുടെ മുഖം വിടർന്നു. ശരിക്കും? അതേടോ, നാളെ ഞാൻ ലീവാണ്. കണ്ണാടിയെ നോക്കി. കയ്യിലും കഴുത്തിലുമെല്ലാം മോയ്സ്ചറൈസർ പുരട്ടിക്കൊണ്ടു നിന്ന ശ്രീനന്ദയുടെ മുഖം കൂടുതൽ വിടർന്നു. അതിർവ് പ്രണയത്തോടെ അവൾ കരികിലേക്ക് വന്നുകൊണ്ട് ഒരു കൈ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മെല്ലെ കാതോരോ അത് പറയുമ്പോൾ ശ്രീനന്ദയുടെ ഉള്ളം കുളിർന്നു പോയിരുന്നു. എന്താ ഉദ്ദേശം? അവൾ തിരിഞ്ഞുകൊണ്ട് 2 കൈകളും ഇടുപ്പിൽ കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. പിന്നെ താൻ സമ്മതിക്കുവാണെങ്കിൽ. അതിർവ് മെല്ലെ അത് പറഞ്ഞതും ശ്രീനന്ദയ്ക്ക് മനസ്സിലായി അവന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന്. താൻ ഓക്കെയാണോ? പെയിനുണ്ടോ? ഏയ്, ഇല്ലേട്ടാ. അവൾ അവനിൽ നിന്ന് മുഖം മറിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ അതിൻ്റെ മുഖത്തേക്ക് നോക്കി പറയാത്തത്? പറഞ്ഞുകൊണ്ടവൻ അവളുടെ താഴ്ന്നുപോയ മുഖം മെല്ലെ ചൂണ്ടുവിരലാൽ പിടിച്ചുയർത്തി. ശ്രീനന്ദയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം നാണം വന്നു പോയിരുന്നു. അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. അതിർവിൻ്റെ അതരങ്ങൾ അവളുടെ കൺപോളകൾക്ക് മുകളിലേക്ക് പതിഞ്ഞു. പിന്നെ അവിടുന്ന് മെല്ലെ താഴോട്ട്. അവൻ്റെ അതരങ്ങൾക്കൊപ്പം പല്ലുകൾ കൂടി കഴുത്തിലമർന്നപ്പോൾ അറിയാതെ ശ്രീനന്ദ എരിവ് വലിച്ചുപോയി. അതിർവ് അവളെ ഇരു കൈകളിലും കോരിയെടുത്തുകൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി. അത്ര നേരവും മൂകമായി നിന്ന മുറിയിൽ പിന്നെ ശ്രീനന്ദയുടെ ചിരിയും കളിയും നിറഞ്ഞു. ഇടയ്ക്ക് അവളുടെ നിശ്വാസങ്ങളും കുറുകലുകളും കൂടിച്ചേർന്നു. ആ രാത്രിയും അതിർവിന്റെ നെഞ്ചിൽ തലചേർത്ത് തളർന്നുറങ്ങുമായിരുന്നു ശ്രീനന്ദ. അവന്റെ കൈകൾ അപ്പോഴും അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് അതിർവിന് പോകേണ്ടാത്തത് കൊണ്ട് തന്നെ അവരിരുവരും ഏറെ നേരം കിടന്നുറങ്ങിയ ശേഷമാണ് ഉണർന്നത്. രാവിലെ ഇന്ദിര വിളിച്ചെങ്കിലും അതൊന്നും അവർ രണ്ടാളും അറിഞ്ഞിരുന്നില്ല. സുഖ ഉറക്കത്തിലായിരുന്നു അവർ.
ഏകദേശം 9 മണിയോളം ആയപ്പോൾ അഥർവാണ് ശ്രീനന്ദയെ തട്ടി വിളിച്ചത്. ഉറക്കച്ചെലവോടെ എഴുന്നേറ്റിരിക്കുന്ന പെണ്ണിനെ അവനൊന്നു നോക്കി. സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ? 9 മണിയായി. ഷോ, 9 മണിയായോ? നമുക്ക് കുറച്ചു നേരം കൂടി കിടന്നാലോ? ശ്രീനന്ദ കൊഞ്ചിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നതും അവളെയും കൊണ്ടവൻ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. ശേഷം കംഫർട്ട് വലിച്ചവരുടെ ദേഹത്തേക്കിട്ടു. പിന്നെയും കുറച്ചു നേരം കിടന്നുറങ്ങിയ ശേഷമാണ് ഇരുവരും എഴുന്നേറ്റ് വന്നത്. തലേദിവസം മുഴുവനും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ ശ്രീനന്ദ സമ്മതിച്ചില്ല. ഫ്രിഡ്ജിൽ അവക്കാഡോ ഉണ്ടായിരുന്നു. അവൾ അതും 2 പുഴുങ്ങിയ മുട്ടയും അല്പം തക്കാളിയും മല്ലിയിലയും ചേർത്ത് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിനുള്ളിൽ വെച്ച് ബ്രെഡ് കുറുകയും മുറിച്ചൊരു പ്ലേറ്റിലേക്ക് വെച്ചു. അതിനൊപ്പം ഒരു ബുൾസയും ഉണ്ടാക്കി അഥർവിന് കൊടുത്തു. അവനത് വല്ലാണ്ട് ഇഷ്ടമായിരുന്നു. മുമ്പൊരിക്കൽ ശ്രീനന്ദ വെറുതെ ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു റെസിപ്പിയായി കണ്ടതായിരുന്നു അത്. നന്ദ, ഇത് നന്നായിട്ടുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അഥർവ് അവളുടെ കാതോരം മെല്ലെ മന്ത്രിച്ചു. ഇടയ്ക്കുണ്ടാക്കി തരാം, അവൾ ചിരിയോടെ പറഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് അടുക്കളയിൽ നിൽക്കുവാണ് നന്ദ. അപ്പോഴാണ് അഥർവ് അവിടേക്ക് എത്തിയത്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സർവ്വ സ്വാതന്ത്ര്യമാണ്. അമ്മയും അച്ഛനും ഉള്ളപ്പോൾ അഥർവ് എപ്പോഴും ഒരു അകല വിട്ടേ നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അവരാരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വെറുതെ അവളെ തൊട്ടും തലോടിയും ഒക്കെ അടുത്ത് തന്നെ പറ്റിക്കൂടിയിട്ടുണ്ടവൻ. താനെന്താ കാര്യമായ ആലോചനയിലാണല്ലോ. ഏയ്, ഞാന് ഉച്ചക്കത്തേക്ക് എന്തുണ്ടാക്കണമെന്ന് ഓർക്കുമായിരുന്നു. എടോ, എനിക്ക് നല്ല അവിയലും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ട്. അതൊരാഗ്രഹം പറഞ്ഞപ്പോൾ ശ്രീനന്ദ അവനെ ഒന്ന് നോക്കി. അതിനിപ്പോ എന്താ, ഉണ്ടാക്കി തരാലോ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഏട്ടൻ കൂടി ഹെൽപ്പ് ചെയ്യണം. ഒരു കുറുമ്പോടെ ശ്രീനന്ദി അത് പറഞ്ഞതും അഥർവിന്റെ മുഖത്തൊരു കള്ളച്ചിരി മിന്നി. അതിനെന്താ, ഹെൽപ്പ് ചെയ്യാലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കാം. ഏട്ടൻ അതെല്ലാം കട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി. ഞാൻ കുക്ക് ചെയ്തോളാം. ഓക്കെ അല്ലേ? ശ്രീനന്ദ ചോദിച്ചപ്പോൾ അഥർവ് അല്പനേരം ഒരു ആലോചനയോടെ നിന്നു. ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ അറിയില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ശ്രീനന്ദ പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. ഓരോ വെജിറ്റബിൾസും പീൽ ചെയ്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിലേക്കിട്ടു. ഇനി ഇത് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പറഞ്ഞുകൊണ്ടവൾ കട്ടിംഗ് ബോർഡും കത്തിയും കയ്യിലേക്ക് എടുത്തു. ശേഷം ഓരോ വെജിറ്റബിൾസും എങ്ങനെയാണ് അരിയുന്നതെന്ന് അഥർവിന് കാണിച്ചു കൊടുത്തു. നേരം കൊണ്ട് തന്നെ അവനവളുടെ പിന്നിലേക്ക് നിന്നുകൊണ്ട് അവൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം ആ കത്തിയിൽ പിടിച്ച് മെല്ലെ കട്ട് ചെയ്തു. അയ്യടാ, മോൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് മാറിക്കുക അങ്ങോട്ട്. ഇങ്ങനെ ഏട്ടൻ ഇവിടെ നിന്നാലേ ഭക്ഷണം ഉണ്ടാക്കലൊന്നും നടക്കില്ല. പകരം വേറെ പലതും ആയിരിക്കും നടക്കാൻ പോകുന്നത്. ശ്രീനന്ദ പറഞ്ഞതും അഥർവോളെ മുഖം ചിരിച്ചൊന്നു നോക്കി. ആഹാ, കൗണ്ടറൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. പറഞ്ഞുകൊണ്ടവൻ അവളെ ധൃതിയിൽ എടുത്തുയർത്തി കൗണ്ടർ ടോപ്പിലേക്ക് ഇരുത്തി. എന്താ ഏട്ടാ ഇത്, ഒരുമാതിരി പിള്ളേരെ പോലെ. എന്താടോ, തൻ്റെ അടുത്തല്ലേ എനിക്കിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റൂ? അഥർവ് നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. ഏട്ടൻ ഇങ്ങനെ നിന്നാലേ എന്റെ ജോലി നടക്കില്ല. അവന്റെ തോളിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ടാണ് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീനന്ദ പറഞ്ഞത്. അവിടെ ഇരിക്കെ പെണ്ണേ, സദ്യ അല്പം വൈകിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അഥർവത് പറഞ്ഞതും ശ്രീനന്ദ കൃത്രിമ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അയ്യോ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ? അവളുടെ മുഖത്തെ ചെറിയ ദേഷ്യം കണ്ടതും അഥർവ് ഒരു പരിങ്ങലോട് അവളെ നിന്നും അല്പം വിട്ടുമാറി. കൗണ്ടർ ടോപ്പിൽ നിന്നവൾ നിരങ്ങി താഴേക്ക് ഇറങ്ങിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. ഏട്ടൻ തൽക്കാലം അവിടെ പോയിരുന്ന ടി വി കാണാൻ, ഞാനിവിടെ തന്നെത്താൻ കുക്ക് ചെയ്തോളാം. ഏട്ടൻ കൂടി ഇവിടെ നിന്നാലേ എന്റെ പണിയൊന്നും നടക്കില്ല. എടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, സത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാം. വേണ്ട എടോ, പ്ലീസ്. വേണ്ട, ഏട്ടൻ മര്യാദയ്ക്ക് പോയേ. അവള് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി ലിവിംഗ് റൂമിൽ കൊണ്ടെത്തിച്ച് അടുക്കളയുടെ ഗ്ലാസ് ഡോർ ചാരിയിട്ടുകൊണ്ട് നിന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം അരി കഴുകി അടുപ്പിലിട്ടു. ശേഷം സാമ്പാറിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പിന്നെ അവിയലിന്
ഫ്രിഡ്ജിൽ മസാല പുരട്ടിയ കുറച്ച് മീനുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതും കൂടി എടുത്ത് പൊരിച്ചു. അഥർവിന് ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിൽ നീളം പയറിയിരിക്കുന്ന കണ്ടപ്പോൾ അത് വെച്ചൊരു മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചവൾ. അങ്ങനെ അവളുടെ പണികളെല്ലാം വിചാരിച്ചതിലും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ശ്രീനന്ദ ഫുഡെല്ലാം സെർവ് ചെയ്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് മൂടി വെച്ചു. സമയം അപ്പോഴേക്കും ഏകദേശം 12 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീനന്ദ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന അഥർവിന്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ, ഹെൽപ്പ് വേണോ? അഥർവ് അല്പം ജാടയിട്ടുകൊണ്ട് അവളോട് ചോദിച്ചു. അഥർവ് കരുതിയത് ശ്രീനന്ദ കുറച്ചേറെ സമയം തനിയെ നിന്ന് കുക്ക് ചെയ്ത് മടുത്തിട്ട് അവനോട് ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണെന്ന്. ആ, ഹെൽപ്പ് വേണം. ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒന്ന് കഴിച്ച് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ശ്രീനന്ദ പറഞ്ഞതും അഥർവ് അവളെ വിശ്വാസം വരാത്തതുപോലെ നോക്കി. ഏയ്, താൻ ഇത്ര വേഗം കുക്ക് ചെയ്ത് കഴിഞ്ഞോ? പിന്നല്ലാതെ. ആഹാ, താൻ ആളൊരു സംഭവമാണല്ലോ. അഥർവത് പറഞ്ഞതും ശ്രീനന്ദ മറുപടി ഒന്നും പറയാതെ ടി വിയിൽ പ്ലേ ആയിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ് മൂവിയിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ തോളിലേക്ക് തല ചേർത്തു. ഏറെ നേരം ഇരുവരും ഒരുമിച്ച് സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ച് ചെറിയൊരു ഉച്ചമയക്കത്തിന് വേണ്ടി മുറിയിലേക്ക് ചെന്നു. അപ്പോഴാണ് ശ്രീനന്ദയെ ശ്രദ്ധിക്കുന്നത്. ഈ സമയത്തിനിടയ്ക്കൊന്നും അഥർവ് ഫോൺ എടുക്കുകയോ മെയിൽ ചെക്ക് ചെയ്യുന്നതോ കോൺഫറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതോ ഒന്നും അവൾ കണ്ടിരുന്നില്ല. അവൾ അല്പം സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടാ, ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നടോ, ഞാൻ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തു. ഇന്നൊരു ഫുൾ ഡേ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ. ശ്രീനന്ദ ചിരിയോടെ പറഞ്ഞു. അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. പിന്നൊന്നും നോക്കിയില്ല. ഇരുവരും കുറച്ചു സമയം കിടന്നൊന്ന് മയങ്ങി എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇന്ദിരയുടെ ഫോൺ കോൾ വരുന്നത്. അവര് രാത്രി 10 മണിയോടടുത്ത് എത്തുമെന്ന്. 2 ദിവസത്തിന് ശേഷം ഇന്ദിരയൊക്കെ വീട്ടിലേക്ക് മടങ്ങി എത്തുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി കാര്യമായി തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രീനന്ദ തീരുമാനിച്ചു. രാത്രിയിലേക്ക് ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടാക്കാൻ അവൾ കരുതി. ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി. അവർ വരുമ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ഫ്രഷായിരുന്നു അവൾ. 10 മണിയെന്ന് പറഞ്ഞിട്ട് 10:30 ആയപ്പോഴാണ് ഇന്ദിരയൊക്കെ വീട്ടിലെത്തിയത്. മറ്റൊന്നും കൊണ്ടല്ല, മഴ കാരണം പകുതി സ്ഥലത്തും റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അവർ വരുമ്പോഴേക്കും ആര്യൻകുട്ടൻ പാതി മയക്കത്തിലായിരുന്നു. പുറത്തുനിന്ന് ഒരു കാർ വന്ന് നിന്നപാടെ ലിവിംഗ് റൂമിലിരുന്ന ശ്രീനന്ദ പുറത്ത് വെളിച്ചം കണ്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആര്യൻകുട്ട, പാതി മയങ്ങി തുടങ്ങിയ കുഞ്ഞിച്ചക്കൻ ശ്രീനന്ദയുടെ സ്വരം കാതിൽ പതിഞ്ഞതും ചാടി എണീറ്റു. ആന്റി. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ടവൻ അവളുടെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നു. ഇന്ദിരയുടെ സുഹൃത്തിനോടും വീട്ടുകാരോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇന്ദിരയും മാധവനും അകത്തേക്ക് കയറി. ആര്യൻകുട്ടൻ അപ്പോഴും ശ്രീനന്ദയുടെ തോളിൽ ചാരിക്കിടക്കുകയാണ്. ആര്യൻകുട്ടൻ വാ, അച്ഛനെടുക്കാം പറഞ്ഞുകൊണ്ട് അഥർവ് അവന്റെ നേർക്ക് കൈനീട്ടിയെങ്കിലും ആര്യൻകുട്ടൻ അവരുടെ അടുത്തേക്ക് ഒന്നും പോയില്ല. ശ്രീനന്ദയോട് ഒട്ടിച്ചേർന്ന് അങ്ങനെ കിടന്നു. അവൾ അവനെയും കൊണ്ട് ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് വന്നിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അമ്മ യാത്രയൊക്കെ? ആര്യൻകുട്ടന്റെ പുറത്ത് മെല്ലെ തട്ടിക്കൊടുത്താണ് നന്ദ ചോദിച്ചത്. യാത്രയൊക്കെ നന്നായിരുന്നു മോളെ, പക്ഷേ റോഡിലെ ഈ ബ്ലോക്ക്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ ഞങ്ങളിവിടെ എത്തേണ്ടതാ. നമ്മുടെ വീട് എത്താറായപ്പോൾ ഭയങ്കര മഴ. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും. അങ്ങനെയാ ഇത്രയും താമസിച്ചത്. സാരമില്ല, ഇനിയിപ്പോൾ വിശേഷം പറച്ചിലൊക്കെ പിന്നെയാകാം. തൽക്കാലം അമ്മയും അച്ഛനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരൂ, ആഹാരം കഴിക്കാം. അഥർവ് കൂടി പറഞ്ഞതോടെ അവരിരുവരും പതിയെ റൂമിലേക്ക് നടന്നു. ശ്രീനന്ദയാണ് ആര്യൻകുട്ടനെയും കൊണ്ട് മുറിയിലേക്ക് പോയി അവന്റെ ഉടുപ്പ് മാറ്റിച്ചതും അവനെ കുളിപ്പിച്ചതും ഒക്കെ. കുഞ്ഞിച്ചക്കൻ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വന്ന് കയറും വരെയുള്ള ഓരോ കാര്യങ്ങളും വളരെയധികം ആവേശത്തോടെ ശ്രീനന്ദയോട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അഥർവും ശ്രീനന്ദയും ആര്യൻകുട്ടനെയും ഫ്രഷാക്കി താഴേക്ക് വരുമ്പോഴേക്കും ഇന്ദിരയും മാധവനും ഫ്രഷായി വന്നിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആഹാരം കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ച് കയ്യും കഴുകി ലിവിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ഏറെ നേരം സംസാരിച്ചു. അപ്പോഴാണ് ശ്രീനന്ദ ഒരു കാര്യം ചിന്തിച്ചത്. ഇവിടുന്ന് പോകുമ്പോൾ ആന്റിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ആര്യൻകുട്ടൻ പോയത്. ആന്റിക്ക് ഗിഫ്റ്റ് വാങ്ങിയോ? ശ്രീനന്ദ ഒരു കണ്ണിറക്കിക്കൊണ്ട് കള്ളച്ചിരിയോട് ചോദിച്ചതും
ആര്യൻകുട്ടൻ അല്പനേരം ആലോചനയോടെ നിന്നു. ശേഷം മാധവന്റെ ഇന്ദിരയുടെ മുറിയിലേക്ക് ചെന്നു. ഇന്ദിരയുടെ ഹാൻഡ് ബാഗിൽ കിടന്ന ഒരു ടോയ് എടുത്ത് അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആഹാ, നിറയെ ഗിഫ്റ്റ് ഉണ്ടല്ലോ. അവന്റെ രണ്ട് കയ്യിലും ഓരോ സമ്മാനപ്പൊതികൾ ഇരിക്കുന്നത് കണ്ടാണ് ശ്രീനന്ദ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ദാ ഇത് മാത്രമാണ് ആന്റിക്ക്. അപ്പൊ ഇതാർക്കാ? അച്ഛനാ? അവന്റെ മറുകൈയിലിരുന്ന സമ്മാനപ്പൊതിയിലേക്ക് വിരൽ ചൂണ്ടി ശ്രീനന്ദ ചോദിച്ചു. ഏയ് അല്ല. പിന്നെ? ശ്രീനന്ദയുടെ മുഖത്ത് കൗതുകമാണ്. അവൻ എന്താകും പറയാൻ പോകുന്നത് എന്നറിയുവാനുള്ള ആശ്ചര്യവും. അതേ, അത് എന്റെ അനിയത്തി ഭാവിക്കുള്ളതാ. ആര്യൻകുട്ടൻ പെട്ടെന്നങ്ങനെ പറഞ്ഞതും ശ്രീനന്ദ ചെറിയൊരു ചമ്മിയ ചിരി ചിരിച്ചു. അവൾക്ക് ആ സമയം ഇന്ദിരയും മാധവനെയും നോക്കാൻ വല്ലാത്ത ചമ്മലായിപ്പോയി. എന്റെ മോളെ, ഒന്നും പറയണ്ട. അവിടെ ചെന്നപ്പം മുതൽ ഒരേ ഒരു പ്രാർത്ഥനയാ, എത്രയും പെട്ടെന്ന് അമ്മയുടെ വയറ്റിൽ അനിയത്തിവാവ വരണേന്ന്. ഇനി എന്തായാലും ആര്യൻകുട്ടന്റെ ആഗ്രഹം അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്നാണ് ഞങ്ങൾക്കും. അല്ലേ മാധവേട്ട? ഇന്ദിര ഒരു ചിരിയോടെ പറഞ്ഞു. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നേ? അവര് കുട്ടികളല്ലേ, അതൊക്കെ അവരുടെ ആഗ്രഹമല്ലേ. മോനെ, അമ്മ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആകുമ്പോൾ മതി അതൊക്കെ, മാധവൻ പറഞ്ഞു. ആ, ഇനിയിപ്പോൾ സംസാരിച്ച് സമയം കളയാതെ എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. അമ്മയ്ക്കും അച്ഛനും നല്ല ക്ഷീണമുണ്ടല്ലോ. അതിർവ് പറഞ്ഞതോടെ ഇന്ദിരയും മാധവനും അവരുടെ റൂമിലേക്ക് നടന്നു. ആര്യൻകുട്ട, ഇന്ന് ആര്യയുടെ കൂടെ കിടക്കാട്ടോ. കുറച്ച് ദിവസമായില്ലേ ആര്യയുടെ കൂടെ കഥയൊക്കെ പറഞ്ഞ് കിടന്നിട്ട്. ശ്രീനന്ദ അങ്ങനെ പറഞ്ഞതും ആര്യൻകുട്ടൻ ഇന്ദിരയെ നോക്കി. അവർ പൊയ്ക്കോന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും കുഞ്ഞിച്ചക്കൻ സന്തോഷത്തോടെ ശ്രീനന്ദയുടെ ഒക്കത്തേക്ക് കയറി. ആര്യൻകുട്ടനെയും കയ്യിലെടുത്തുകൊണ്ട് ശ്രീനന്ദ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ അവൻ അവളോട് വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം കഥകൾ പറഞ്ഞെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആര്യൻകുട്ടൻ കഥ പറഞ്ഞു പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അതിർവിന്റെയും ശ്രീനന്ദയുടെയും നടുവിലായിട്ടാണ് ആര്യൻകുട്ടൻ കിടക്കുന്നത്. ഇരുവരും അവനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. എടോ, താഴെ വെച്ച് അമ്മ പറഞ്ഞത് താൻ കേട്ടോ? എന്ത്? അതിർവ് ചോദിച്ചപ്പോ ശ്രീനന്ദ പെട്ടെന്ന് കാര്യം മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. ആര്യൻകുട്ടൻ എപ്പോഴും പറയാനുള്ള അനിയത്തിമാവയുടെ കാര്യം. അതിർവിന്റെ സംസാരത്തിൽ നേരത്തെ കുറുമ്പ് കലർന്നു. ഏട്ടൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കേ, പറഞ്ഞുകൊണ്ട് അവൾ ചിരിയോടെ കിടന്നു. ആര്യൻകുട്ടനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അതിർവും. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും അല്പം താമസിച്ചാണ് എണീറ്റത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്താണ് അതിർവ് ഇനി മുതൽ ശ്രീനന്ദയും ഓഫീസിലേക്ക് വരുന്നതിനെപ്പറ്റി എല്ലാവരോടുമായി സൂചിപ്പിച്ചത്. കേട്ടപ്പോൾ മാധവനും ഇന്ദിരയ്ക്കും സന്തോഷം. അതാ മോനെ നല്ലത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ മോൾക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച് പോകത്തേയുള്ളൂ. ഇന്ദിര കൂടി പറഞ്ഞതോടെ ശ്രീനന്ദയ്ക്ക് പൂർണ്ണമായ സന്തോഷം. പിറ്റേന്ന് രാവിലെ തന്നെ അതിർവിനൊപ്പം ഓഫീസിലേക്ക് പോകാൻ തയ്യാറാകുവാണ് നന്ദ. നന്ദ, താനിത് എന്തെടുക്കുവാ? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതിർവ് നോക്ക് ചെയ്തുകൊണ്ട് റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, കട്ടിലിൽ 2-3-4 ജോഡി ഡ്രസ്സുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിലേക്കെല്ലാം മാറി മാറി നോക്കി ഏതിടണമെന്ന് ആശങ്കയോടെ നിൽക്കുന്ന ശ്രീനന്ദയാണ്. താൻ ഇതുവരെ റെഡിയായില്ലേ? ആദ്യേട്ടാ, ഞാൻ ഇതിൽ ഏത് ഡ്രസ്സ് ഇടണം? നിഷ്കളങ്കമായി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിനെ കണ്ടതും അവന് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. മറിച്ച് കട്ടിലേക്കിടുന്ന പീച്ച് നിറത്തിലെ ചുരിദാർ എടുത്ത് അവൻ അവൾക്ക് നേർക്ക് നീട്ടി. ദാ ഇതിട്ടോ, ഇത് തനിക്ക് നന്നായി ചേരും. ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡിയായി വരാട്ടോ. പറഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സും എടുത്ത് നേരെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോയപ്പോൾ അതിർവ് അവന്റെ ഓഫീസ് ബാഗും ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് താഴേക്ക് നടന്നു. മോള് റെഡിയായില്ലേ? ഇല്ലമ്മേ, ദാ ഇപ്പോൾ വരാന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും നീ വന്ന് ആഹാരം കഴിക്കേ, അപ്പോഴേക്കും മോളിങ്ങി വന്നോളൂ. ഇന്ദിര പറഞ്ഞതും അതിർവിനരികിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. അവൻ ആഹാരം കഴിച്ചു തുടങ്ങിയ സമയത്ത് ശ്രീനന്ദ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ഒരു വേള അവരെല്ലാവരും അവളെ നോക്കി. അതീവ സുന്ദരിയായിരുന്നു അവൾ ആ വേഷത്തിൽ. മുമ്പ് എപ്പോഴും അതിർവ് വാങ്ങിക്കൊടുത്തതാണ് ആ ഡ്രസ്സ്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടായിരുന്നു അവൾ ഇത് ഇടുന്നത്. നല്ല ഭംഗിയുണ്ട് മോളെ ഈ ചുരിദാർ, മോൾക്ക് നന്നായി ചേരുന്നുണ്ട്. ഇന്ദിര പറഞ്ഞതോടെ ശ്രീനന്ദയുടെ നോട്ടം നേരെ അതിർവിലേക്ക് ചെന്ന് എത്തി നിന്നു.
അവനും ഒന്ന് തലകുലുക്കി കൊള്ളാന്ന് കാണിച്ചതോടെ സന്തോഷത്തോടെ അവൾ പ്ലേറ്റ് എടുത്തു വെച്ച് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. നന്ദമോൾക്ക് ഏത് വേഷവും ഇണങ്ങും കേട്ടോ, ഇന്ദിര പറയുകയാണ്. പക്ഷെ അവള് ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് അവന്റെ ക്യാഷ് ചിലവാക്കുകയുമില്ല താനും. ആഹാരമൊക്കെ കഴിച്ച് എന്നും ഇറങ്ങുന്ന കറക്റ്റ് സമയമായപ്പോ ശ്രീനന്ദയും അഥർവും അവരെല്ലാരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോവാനായി ഇറങ്ങി. അന്ന് ആര്യൻകുട്ടനും വല്ലാത്ത നിർബന്ധമായിരുന്നു അച്ഛന്റെയും ആന്റിയുടെയും ഒപ്പം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനെ അവർ പോകുന്ന വഴി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് തീരുമാനമായി. ആദ്യം അവർ നേരെ പോയത് ആര്യൻകുട്ടന്റെ സ്കൂളിലേക്കാണ്. ശ്രീനന്ദി അഥർവും ഒന്നിച്ചാണ് അവനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നാക്കിയത്. പിന്നെ അവന്റെ ടീച്ചറോട് അവന്റെ പഠനകാര്യങ്ങളും ക്ലാസ്സിലെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ശേഷം നിറഞ്ഞ മനസ്സോടെ അവരിരുവരും കാറിലേക്ക് ചെന്ന് കയറി. അഥർവിന്റെ കാറ് ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലേക്ക് ചെന്നു. മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കയറിയ ശ്രീനന്ദയ്ക്ക് സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ MDയുടെ വൈഫല്ലേ, അതുകൊണ്ട് സ്റ്റാഫുകൾ എല്ലാവരും ചേർന്നൊരുക്കിയ ഒരു ചെറിയ സ്വീകരണമായിരുന്നു അത്. ഒരു തരത്തിൽ അത് ശ്രീനന്ദയ്ക്ക് ഒരു ആശ്വാസമായി. മറ്റൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് തോന്നിയ ഒരു ധൈര്യത്തിന്റെ പുറത്ത് അഥർവിനൊപ്പം ജോലിക്ക് വരണമെന്നൊക്കെ നിർബന്ധം പിടിച്ചെങ്കിലും പഠനം കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്ത് പോലും ജോലിക്ക് പോയിട്ടില്ലാത്തതിനാൽ, ജോലിക്കോ ഇന്റേൺഷിപ്പിനോ ഒന്നും പോയിട്ടില്ലാത്തതിനാൽ തന്നെ അവൾക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എന്തു പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കി കൃത്യമായി ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം. ആ വിശ്വാസം ഒന്നിന്റെ പുറത്ത് തന്നെയാണ് അവൾ ജോലിക്ക് ഇറങ്ങി തിരിച്ചത്. ശ്രീനന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അഥർവ് അവളുടെ കയ്യിലേക്ക് വിരൽ കോർത്ത് പിടിച്ചു. സ്റ്റാഫുകളുടെ നോട്ടമൊക്കെ അവരിരുവരിലേക്കും ആയതുകൊണ്ട് തന്നെ അവന്റെ ആ പ്രവൃത്തി അവരെല്ലാരും കണ്ടു. ചിലരൊക്കെ അസൂയോടെ ശ്രീനന്ദയെ നോക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അഥർവിനെ പോലെ ഒരാളെ ഈ പെൺകുട്ടിക്ക് ലഭിച്ചല്ലോ എന്ന്. അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു അഥർവ്. ടെൻഷനുണ്ടോ? അഥർവ് മറ്റാരും കേൾക്കാതെ നന്ദയോട് ചോദിച്ചു ചെറുതായിട്ട്. ഞാനുള്ളപ്പോ താനെന്തിനാ ടെൻഷനാവുന്നത്? അഥർവിന്റെ ആ വാക്കുകൾ ശ്രീനന്ദയുടെ ഉള്ളിൽ ആളിക്കത്തിയ അഗ്നിയുടെ മേൽ തണുത്ത വെള്ളം തളിച്ചതുപോലെയായിരുന്നു. പൊടുന്നനെ മനസ്സിൽ ഒരു കുളിര് പടരുന്നതുപോലെ അവൾ അറിഞ്ഞു. ചെറുചിരിയോടെ ശ്രീനന്ദ അഥർവിനെ നോക്കി. അവന്റെ കയ്യും പിടിച്ചുകൊണ്ടാണ് അവൾ ആ ഓഫീസ് ക്യാബിനിലേക്ക് കാലെടുത്തു വെച്ചത്. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.